ദേവദാസൻ തിയോഫിനച്ചന്റെ സവിധത്തിൽ വരുന്നവർ അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് നിയോഗ സമർപ്പണ പ്രാർത്ഥന. ഇവിടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളുണ്ട്. മനുഷ്യജീവിതത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണോ അത് അവനത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിന് ചേർന്ന ഒരു നിയോഗം എടുക്കും. ചിലർക്ക് ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണെങ്കിൽ നന്ദി പറഞ്ഞ് അത് നിയോഗം സമർപ്പിക്കുന്ന നിയോഗങ്ങളുണ്ട്. പൈശാചിക ബാധകൾ മാറാൻ, മദ്യപാനം മാറാൻ, കുശീലങ്ങൾ മാറാൻ, കുടുംബജീവിതത്തിൽ സമാധാനവും ശാന്തിയും ലഭിക്കുവാൻ, ഇങ്ങനെ വ്യത്യസ്ത നിയോഗങ്ങൾ. അത് ആദ്യമായിട്ട് ഒരു വിശ്വാസി ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ഒരു നിയോഗം എടുക്കും. സാമ്പത്തിക പുരോഗതി, അങ്ങനെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു നിയോഗം എടുത്ത് ഇവിടെ വന്ന് ഇവിടെ ഈ കൗണ്ടറിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരു തിരിയും എണ്ണയും ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ആ തിരിയും എണ്ണയും വാങ്ങി തിരിയും എണ്ണയും വാങ്ങി നമ്മൾ നേരെ അവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ അവിടെ എത്തും. ഇവിടെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ചിരാതുകൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ചിരാത് എടുക്കുന്നു. ആ ചിരാത് എടുത്ത് ഈ നിയോഗം എന്താണോ ആ നിയോഗം എടുത്ത് നമ്മൾ ആ ചിരാതിൽ വയ്ക്കും. അതിനുശേഷം തിരി എടുത്ത് സമർപ്പിക്കും. പിന്നെ നമ്മൾ വാങ്ങിച്ച എണ്ണ അത് ഈ ചിരാതിൽ ഒഴിക്കും. ഈ സമയമൊക്കെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗം വിഷയം സമർപ്പിച്ച് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇവിടെ തന്നെ ഒരു നിലവിളക്കുണ്ട്, ക്രൂശിത രൂപമുള്ള ഒരു നിലവിളക്ക്. ആ നിലവിളക്കിൽ ചെന്ന് നമ്മൾ ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ഒന്ന് മനസ്സിലാക്കി ധ്യാനിച്ച് നമ്മുടെ നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ആ തിരി കത്തിച്ചെടുക്കുന്നു. ഈ കത്തിച്ച തിരി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉദ്ധിതനായ ഈശോയെയും അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാധ്യസം വഹിക്കുന്ന തിയോഫിനച്ചനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് നമ്മുടെ നിയോഗവുമായിട്ട് സമർപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിയോഗ പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട്. ഈ നിയോഗ പ്രാർത്ഥന നമ്മുടെ നിയോഗത്തോട് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാണ് ഇവിടെ ചിരാത് നിയോഗ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. സ്നേഹസ്വരൂപനമെല്ലാം നിങ്ങളുടെയും ദാതാവായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന യേശുവിന്റെ തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ യാചിക്കുന്ന ഈ സഹായം കനിഞ്ഞരുളണമേ. ഈ അപേക്ഷ അങ്ങേ അനുഗ്രഹത്താൽ അനേകർക്ക് നന്മ ചെയ്ത ദേവദാസനായ തിയോഫിനച്ചന്റെ സുഹൃത ജീവിതമോർത്ത് എനിക്ക് സാധിച്ചു തരണം. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ നിയോഗ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കും. ഒത്തിരി പേര് വ്യത്യസ്ത നിയോഗങ്ങളുമായിട്ട് തിങ്കളാഴ്ചകളിലാണ് ഇത് കൂടുതൽ ഇവിടുത്തെ ശുശ്രൂഷകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഒത്തിരി പേര് ഇവിടെ വന്ന് ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവർ ദേവദാസന്റെ കബറിടത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ കബറിടത്തിൽ ചെന്ന് അവർ തൊട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ച മുറിയാണ് തിയോഫിനച്ചന്റെ മുറിയാണ്.
ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വലിയൊരു സമാധാനവും വല്ലാത്തൊരു ശാന്തതയും നമുക്ക് ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവമാണ്. തിയോഫിലച്ചൻ ഇവിടെയാണ് തൻ്റെ അവസാന നാളുകൾ ഇവിടെ ജീവിച്ചത്. ഇവിടെയാണ് അച്ഛൻ്റെ അവസാന നാളുകളും അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ജീവിതവും. അതുകൊണ്ട് തന്നെ ഈ മുറി അതേ രീതിയിൽ ആ തനിമയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ തിയോഫിലച്ചൻ പ്രാർത്ഥിച്ച ആ ക്രൂശിത രൂപത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. വളരെ അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാരവും വേദനയും നൊമ്പരവും ഈശോ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം. നമുക്ക് വേണ്ടി തിയോഫിലച്ചൻ്റെ ഒരു മാധ്യസ്ഥവും നമുക്ക് ഈ മുറിയിൽ നിന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം അവിടെ കാണാം. വിശ്വാസികൾ അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ അവരുടെ വേദനകൾ സമർപ്പിക്കുന്നു. തിയോഫിലച്ചന്റെ ജീവചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു തിയോ മ്യൂസിയം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനോഹരമാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് തിയോഫിലച്ചന്റെ ആത്മീയത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ കടന്നുപോയ ജീവിത വഴികൾ, അദ്ദേഹം എഴുതിയ കത്തുകൾ, അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം തന്നെ നമുക്ക് മ്യൂസിയത്തിൽ കാണാനായിട്ട് പറ്റും. അദ്ദേഹം ദേവദാസന്റെ പ്രസംഗക്കുറിപ്പുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതവും അതുപോലെ ആ റിലീജിയസ് ലൈഫും ഒക്കെ എപ്രകാരമായിരുന്നു, സെമിനാരി കാലഘട്ടം, അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി ഇതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും. ഈ മ്യൂസിയമൊക്കെ മനോഹരമായിട്ട് ക്രമപ്പെടുത്തിയത് നമ്മുടെ അനു ഫ്രാൻസിസ് ആണ്. അനു ഫ്രാൻസിസ് ഈ മ്യൂസിയത്തിന്റെ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ ദേവദാസന്റെ ആ പുതിയ സ്റ്റോളും മറ്റുള്ളതൊക്കെ അനൂപാണ് അതിന്റെ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മളിവിടെ കടന്നു പോകുമ്പോൾ ഒത്തിരി നിലവിളക്കുകൾ കാണാം. ഈ നിലവിളക്ക് മാത്രമല്ല, ഒത്തിരി നിലവിളക്കുകളുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നിലവിളക്കുകളുണ്ട്. അതൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇവിടെ കൊണ്ട് സമർപ്പിച്ചതാണ്. ഇത് തന്നെ നമ്മൾ കാണുമ്പോൾ അറിയാം എത്രമാത്രം അത്ഭുതങ്ങൾ ദൈവദാസന്റെ നാമത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ തിയോഫിലച്ചന്റെ ജീവിച്ച ആ മുറി ഇവിടെ ഈ മ്യൂസിയത്തിൽ ഒരു ചെറിയ രീതിയിൽ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ പ്രസംഗം, മിഷൻ ധ്യാനമൊക്കെ നടത്തുമ്പോൾ അച്ഛൻ ഉപയോഗിച്ച ആ തലയോട്ടിയും അതുപോലെ തന്നെ അച്ഛൻ ഉപയോഗിച്ച ടൈപ്പ്റൈറ്ററും അച്ഛൻ്റെ അവസാന സമയത്തെ ആ ഒരു അന്ത്യനിമിഷത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രീകരണവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിയോഫിലച്ചൻ കിടന്ന അച്ഛന്റെ കട്ടില് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കട്ടിലാണ് അച്ഛൻ അവസാനം വരെ അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. ആ കട്ടിൽ ഇപ്പോഴും ഈ സംരക്ഷിച്ച് ഈ മ്യൂസിയത്തിലുണ്ട്. ഇവിടെ വന്ന് തൊട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഈ മ്യൂസിയത്തിൽ നിന്ന് കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അച്ഛന്റെ അവസാന നാളുകളിൽ ശവസംസ്കാര ശുശ്രൂഷകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫോട്ടോകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അച്ഛന്റെ അവസാന അന്ത്യ സംസ്കാര കർമ്മങ്ങൾ, അതുപോലെ ആ അച്ഛൻ മരിച്ച സമയത്ത് വന്ന ഒരു പത്ര റിപ്പോർട്ടും അവിടെ ഈ മ്യൂസിയത്തിൽ അവിടെ കൃത്യമായി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 4 1968 അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായത്. വിളക്ക് കെട്ടതേ ഉള്ളൂ, വെളിച്ചം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാധിയിൽ എപ്പോഴും നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കും, ഇവിടുത്തെ ചിരാതുകൾ കത്തിക്കൊണ്ടിരിക്കും. അവിടുത്തെ കബറിടത്തിലെ ആ ദേവദാസന്റെ ആ സാന്നിധ്യത്തിലെത്തുമ്പോൾ ഒരു പ്രകാശം, അന്ധകാരം നിറഞ്ഞ ഒരു വേദനയും ഭാരവും ദുഃഖവും രോഗങ്ങളും ഉള്ള അന്ധകാരം നിറഞ്ഞ മനസ്സോടെ വരുന്നവർ ആ വെളിച്ചം സ്വീകരിച്ച് സ്വതന്ത്രമായിട്ടാണ് പോകുന്നത്. ഈ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവദാസന്റെ ചില വാക്കുകൾ ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ ചില വാക്കുകളാണ് ഈ മ്യൂസിയത്തിന്റെ പരിസരത്ത് അവിടെ കുറിച്ചു വെച്ചിരിക്കുന്നത്. ത്യാഗമാണ് സ്നേഹത്തിന്റെ അളവുകോൽ. അതുപോലെ തിയോഫിലച്ചന്റെ കത്തുകൾ, മറ്റുള്ള
പ്രധാനപ്പെട്ട ഈ വാക്കുകൾ ഇതിൽ നമുക്ക് വായിച്ച് പോകാൻ സാധിക്കും. ധ്യാനിച്ച് വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് തരും. ചില ചോദ്യങ്ങൾ മാറും, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുപോലെ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു പ്രകാശമാക്കാൻ പറ്റുന്ന ചില വചനങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടും.